40 ദിവസത്തിലേറെ തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ പാകിസ്ഥാൻ മധ്യസ്ഥയിൽ നടന്ന അമേരിക്ക ഇറാൻ ചർച്ച പരാജയം. ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകാൻ ഇറാൻ തയ്യാറാവുന്നില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആരോപിച്ചു. നയതന്ത്രം അവസാനിക്കുന്നില്ലെന്നും പാകിസ്ഥാനുമായും അയൽരാജ്യങ്ങളുമായുള്ള കൂടിയാലോചനകൾ തുടരുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു. വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്ലാമാബാദിൽ 21 മണിക്കൂർ നീണ്ട സമാധാന ചർച്ചകളാണ് അലസിപ്പിരിഞ്ഞത്. അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെന്നാരോപിച്ച് അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങി. ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയില്ലെന്നും JD വാൻസ്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ പ്രതിനിധി സംഘവും ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങി. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. ഇറാന് അമേരിക്ക മികച്ച ഒരു ഓഫർ നൽകിയതായും അത് അംഗീകരിക്കണോ വേണ്ടയോ എന്ന് ഇറാൻ തീരുമാനിക്കണമെന്നും വാൻസ് വെളിപ്പെടുത്തിയെങ്കിലും എന്താണ് ആ വാഗ്ദാനമെന്ന് പറഞ്ഞില്ല. ചർച്ചയ്ക്കിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി 6ലേറെ തവണ ബന്ധപ്പെട്ടെന്നും വാൻസ് വെളിപ്പെടുത്തി. എന്നാൽ ചർച്ചയിൽ നിന്നും പുറത്തുപോകാൻ അമേരിക്ക ഒഴികഴിവ് തേടുകയാണെന്നും അടിക്കടി മാറ്റുന്ന യുക്തിരഹിതമായ ആവശ്യങ്ങളാണ് അമേരിക്ക ഉന്നയിക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമുസിൽ അമേരിക്ക സംയുക്ത പങ്കാളിത്തം ആവശ്യപ്പെട്ടെന്നും ഇറാൻ നിരസിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുമായുള്ള അടുത്തഘട്ട ചർച്ചകളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും ചർച്ചയുടെ കാര്യത്തിൽ തിടുക്കമില്ലെന്നും ഇറാൻ പ്രതിനിധി സംഘവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ നയതന്ത്രം അവസാനിക്കുന്നില്ലെന്നും ഇറാനും പാകിസ്ഥാനും അയൽരാജ്യങ്ങളുമായുള്ള കൂടിയാലോചനകൾ തുടരുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗായി വ്യക്തമാക്കി. വിഷയത്തിൽ ട്രംപ് ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ ഇറാന് ചൈന ആയുധങ്ങൾ കൈമാറിയാൽ ചൈന വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.